ഇതൊരു പജേറോണ് ആണേ. ഒരു അതർ സ്റ്റേറ്റ് വണ്ടി വാങ്ങുമ്പോൾ എന്തൊക്കെ ചെയ്യണം ഞാൻ പറയുകയാണെങ്കിൽ സെല്ലറിനെ കൊണ്ട് ഒറ്റ പരിപാടി ഏൽപ്പിച്ചാൽ മതി. സെല്ലറിനെ കൊണ്ട് പേപ്പർ വർക്ക് സെല്ലർ ചെയ്തു തരാൻ പറയാം. കാരണം RTO ഓഫീസിൽ നമ്മളെക്കാട്ടി പിടിയുള്ള ആളുകൾ അവരായിരിക്കും. സോ അതുകൊണ്ട് സെല്ലറിനെ കൊണ്ട് ഈ പണികൾ ചെയ്യിപ്പിക്കുക. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ, അതായത് പെയിന്റിങ് സൈഡ്, പെയിന്റിങ് ഇപ്പൊ നമ്മളൊരു ഫോളോവറിന് ഒരു ചെറിയൊരു പണി കിട്ടിയോണ്ടാണ് നമ്മൾ ഈ പറയുന്നത്. പെയിന്റിങ് സൈഡ് ചെയ്യിപ്പിക്കണം, നമ്മൾ ചെയ്യിപ്പിക്കണം എന്ന് പറയാനുള്ള കാരണം പെയിന്റിങ് പല 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 ക്വാളിറ്റിയിൽ വരുന്നുണ്ട്. 2K പെയിന്റ് വരുന്നുണ്ട്. 2K പെയിന്റ് ആണ് ഞാൻ ചെയ്തത്. 2K പെയിന്റിന് ഏകദേശം 70,000 രൂപയ്ക്ക് അടുത്താണ് ഫുൾ പെയിന്റ് ചെയ്യാൻ വേണ്ടി നമുക്കായത്. പിന്നെ അത് കഴിഞ്ഞാല് ഡിപ്പോണ്ട് വരുന്നുണ്ട്. പിന്നെ നിപ്പോൺ എന്ന് പറയുന്ന പെയിന്റ് വരുന്നുണ്ട്. ഡിപ്പോണ്ടിന്റെ നിപ്പോണിന്റെ കുഴപ്പം എന്താന്ന് വെച്ചാൽ ഇതിന് പെട്ടെന്ന് ഫെയ്ഡ് ആവാനുള്ള കഴിവുണ്ട്. എപ്പോഴും ഒരു പെയിന്റ് അടിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് ഹാർഡ്നർ, തിന്നർ, ക്ലിയർ, ഇത് മൂന്നിലാണ് പെയിന്റിങ്ങിന്റെ ഫിനിഷിങ്. പെയിന്റിങ് എങ്ങനെ എത്ര കാലം നമ്മളെ കൂടെ നിൽക്കുന്നു എന്നുള്ളതൊക്കെ ഈ ഒരു ഇതിനെ ബേസ് ചെയ്തിരിക്കും. സോ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം, നിങ്ങൾ എന്ത് മോഡിഫിക്കേഷൻ വരുത്തിയാലും സ്വന്തമായിട്ട് ചെയ്യുക. പണി അറിഞ്ഞ് പൈസ ചെലവാക്കുക. അല്ലാതെ ഒരാൾ പറയുന്നിട്ടുണ്ട് ഫുള്ളും കൊണ്ട് നിട്ട് കൊടുക്കരുത്. പിന്നെ NOC വർക്കുകൾ കഴിവതും ഈ സെല്ലറിനെ കൊണ്ട് തന്നെ ചെയ്യിക്കുക. കാരണം NOCക്ക് 6 മാസത്തെ വാലിഡിറ്റി ഉള്ളൂ. ഇഷ്യൂ ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണിയാണ്. സോ അതുകൊണ്ട് അവരെ കൊണ്ട് തന്നെ ചെയ്യുക. ഒരു ഹാഫ് പേയ്മെന്റ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള പേയ്മെന്റ് കേരളയിലോട്ട് മാറിക്കഴിഞ്ഞ് തരാമെന്നുള്ള ലെവലിൽ ചെയ്താലും മതി. അല്ലെങ്കിൽ അവരെന്ത് പറയുന്നു ആ ലെവലിൽ നമ്മൾ ചെയ്തു കൊടുക്കുക. ഓക്കെ, ബൈ.